കഴിഞ്ഞ കുറച്ച് മന്ത്സ് ആയിട്ട് നമ്മുടെ ഈ ചാനലിൽ ആനിമേലെ തന്നെ മോസ്റ്റ് ഇന്റൻസ് ക്രോസ് വേഴ്സ് ഫൈറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഫിസിക്സ് നോക്കി, വേഴ്സ് ഇക്വലൈസേഷൻ ചെയ്തു, ഹിറ്റ് ബോക്സസ് കറക്റ്റ് ആണോ നോക്കി, സ്റ്റാറ്റ്സും ഹാക്സും എല്ലാം അനലൈസ് ചെയ്തു. ആൻഡ് ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്റെ കമന്റ് ബോക്സ് ഒരു ആബ്സല്യൂട്ട് അൺഫിൽറ്റേഡ് വാർ സോൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ടോക്സിക് കമന്റ്സ് എനിക്ക് റിസീവ് ചെയ്യുന്നത്. യൂട്യൂബിൽ അത്രയ്ക്കില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും പോകുന്ന എനിക്ക് മനസ്സിലായി. സോ ഇന്ന് നമുക്ക് പവർ സ്കെയിലിംഗ് ഒന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാം കുത്തിയിരുന്ന് നിങ്ങൾ കമന്റ് ചെയ്ത ടോക്സിക് ഹെയ്റ്റ്ഫുൾ കമന്റ്സ് കുറച്ചെണ്ണം നമുക്ക് വായിക്കാം. അപ്പൊ നമ്മുടെ ചെസ്റ്റ് നമ്പർ 1 ഇതാണ്. ഗോജോ നിത അപ്പൻ. എനിക്ക് ചിരിക്കാണ്ട് വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഗോജോ നിന്റെ അപ്പൻ എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സ്പെല്ലിങ് തെറ്റിപ്പോയി. ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗോജോ നിന്റെ അപ്പൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു വീഡിയോയിൽ ഞാൻ ഗോജോ ജയിക്കുന്നു പറഞ്ഞതിനാണ് എന്നെ ഇപ്പം ഇങ്ങനെ പറഞ്ഞേക്കണത്. പക്ഷേ ഓക്കെ, അത് ഞാൻ സമ്മതിക്കണം. ഓക്കെ, ഞാൻ ഗോജോ ജയിക്കുന്നു പറഞ്ഞു, ഞാൻ ഗോജോ ഗ്ലേസറാണ് ഓക്കെ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ, അതൊക്കെ ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ അടുത്ത കമൻറ്റ് ഞാൻ കാണിച്ചു തരാം. ടിപ്പിക്കൽ ഗോജോ ഹെയ്റ്റർ. സത്യത്തിൽ ഞാൻ ആരാ? ഞാൻ ഗോജോ ഗ്ലേസറാണോ അത് ഗോജോ ഹെയ്റ്ററാണോ? ഞാൻ ആരോ ഏട്ടാ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഒരു വീഡിയോ ഇടുമ്പോൾ ഗോജോ ഹെയ്റ്റർ, അടുത്ത വീഡിയോ ഇടുമ്പോൾ ഗോജോ ഗ്ലേസർ. അതുപോലെ ഇപ്പം നറൂട്ടോ ജയിക്കുന്നു പറഞ്ഞാൽ നറൂട്ടോ എന്തിട്ടാ ഗ്ലേസർ, നറൂട്ടോ തോക്കുന്നു പറഞ്ഞാൽ നറൂട്ടോ ഹെയ്റ്റർ. നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ പോലെ തന്നെ ആനിമെ കാണുന്ന ഒരാളാണ്. കുറേ ആനിമേസ് ഞാനും കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനപ്പോൾ ഇതിൽ എനിക്കിഷ്ടമുള്ള 2 ആൾക്കാർ, ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല, പക്ഷേ എനിക്ക് ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്ത് കാണണം എന്നുള്ള 2 ആൾക്കാരെ വെച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യണോ. അത് നിങ്ങൾക്കും ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യണത്. അത് നിങ്ങൾക്കും അറിയാം. പോൾസ് ഇടുമ്പോൾ നല്ലോണം റെസ്പോൺസസ് വരുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസും ഇപ്പോൾ ചെയ്യണത്. ഇതിലപ്പോൾ 2 ക്യാരക്ടേഴ്സിന്റെ സ്കിൽസും പവേഴ്സും ഹാക്സും ഇതൊക്കെ ഞാൻ എടുത്തിട്ട് എൻ്റെ ഇമാജിനേഷനിൽ ആ ഫൈറ്റ് എങ്ങനെയാണോ വർക്കൗട്ട് ചെയ്യുക അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണത്. അത് നിങ്ങൾക്കിപ്പോൾ അത് ഓക്കെ അല്ലെങ്കിൽ ഞാൻ അതിൽ ഓക്കെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾക്ക് ഫേവറേറ്റ് ഇപ്പോൾ ഗോജോ വേഴ്സസ് ഗോക്കു ആണ്. ഇപ്പോൾ ചിലർക്ക് ഗോക്കുവിനെ ആവും കൂടുതൽ ഇഷ്ടം, ചിലപ്പോൾ ഗോജോനെ ആവും ഇഷ്ടം. അപ്പോൾ ഗോജോ ജയിക്കണം എന്നുള്ള ആൾക്കാർക്ക് ജയിക്കാനുള്ള വഴികൾ കണ്ടെത്താനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. അതുപോലെ ഗോക്കും ജയിക്കണം എന്നുള്ളവർക്ക് ഗോക്കുവിന് ജയിക്കാൻ പറ്റുന്ന എല്ലാ പോസിബിലിറ്റീസും കണ്ടെത്താനുള്ള വഴികളുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് ആണ് ഞാൻ പറയുക. അത് ഞാൻ ഒരുവിധം പോപ്പുലർ ഒപ്പീനിയൻസ് കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് പറയണത്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ എന്നെ ഗോജോ ഗ്ലേസർ ആക്കിയാലും എനിക്ക് കുഴപ്പമില്ല. ഗോജോ അത്ര അടിപൊളി ക്യാരക്ടറാണ്. എനിക്ക് ഗോജോ ഗ്ലേസർ ആവണതിൽ സന്തോഷമുള്ളൂ. ഗോജോ ഹെയ്റ്റർ ആക്കിയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോൾ അതൊരു ഫൈറ്റ് നടക്കുമ്പോൾ റെഫറീനെ വിളിച്ച് ഹെയ്റ്ററും ഗ്ലേസറും ആക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടറെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. എനിക്ക് മനസ്സിലാവും. ഞാനൊരു ആനിമി ഫാനാണ്, എനിക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദർ ഇസ് എ ബിഗ് പവർ ഡിഫ് ബിറ്റ്വീൻ ദീസ് 2 യൂണിവേഴ്സസ്. സ്റ്റോപ്പ് കമ്പയറിംഗ് ലൈക്ക് എ കിഡ്. ഓക്കെ, ഇതിന് ഞാൻ എന്താ പറയുക? എടാ, എനിക്ക് ഇഷ്ടമുള്ള 2 ക്യാരക്ടേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യണത് എനിക്ക് ഇമാജിൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അത് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് പറയാൻ പറ്റില്ല എന്നാണോ പറയണത്? അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് പറയാൻ പറ്റില്ല എന്നാണോ പറയണത്? നിനക്കത് കമ്പയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നീ കാണണ്ട. ഓക്കെ, നിനക്കത് കമ്പയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നീ കാണണ്ട. എനിക്ക് ഇഷ്ടമുള്ള ആനിമേ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഫൈറ്റ്സ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാന്നാണ് പറയണുള്ളൂ. അതെന്തുകൊണ്ട് കമ്പയർ ചെയ്തൂടാ? അതിങ്ങനെ കമ്പയർ ചെയ്യണ്ട. കമ്പയർ ചെയ്താൽ ഞാൻ കിഡാവും. ഇതിലൊന്നും ഒരു കഥയില്ലേ? ഇതൊക്കെ എന്താ മോനെ ഇതൊക്കെ? ഇവിടെ നമ്മൾ ഓരോ ഫൈറ്റ്സ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള ഡിസ്കഷൻസ് എല്ലാ കാര്യങ്ങളും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കമൻറ്റ് സെക്ഷൻ ആയാലും അതിനായാലും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ചാനൽ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അതത്ര ഉള്ളൂ. ഞാനൊരു കിഡാണ്, ഞാൻ ഇനിയും കമ്പയർ ചെയ്യും. ഇതടുത്ത് കേട്ടാ ബ്രോ ഒരു JJK ഫാൻ അല്ലേ? ഞാൻ ഒരു JJK ഫാൻ മാത്രമല്ല, ഞാൻ കുറേ ആനിമേസ് ഉണ്ട്. ഞാൻ മൊത്തത്തിലൊരു ആനിമെ കൾച്ചറിൻ്റെ ഫാനാണ്, അല്ലാതെ ഞാൻ ഇന്നൊരു ആനിമയുടെ ഫാനല്ല. എനിക്ക് ഫേവറേറ്റ് ആനിമേസ് ഉണ്ട്, ബട്ട് ഒരു ആനിമയും മറ്റൊന്നിനും അത്ര വലുതാണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ ആനിമയ്ക്കും അതിൻ്റെതായ നല്ല സാധനങ്ങളും ഉണ്ട്, പൊട്ട സാധനങ്ങളും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് 2 കേൾക്കാത്തതായിട്ടുള്ള ആനിമെ ഫാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നണില്ല. ഇത് ആനിമെ കാണുന്ന ഒരുവിധ എല്ലാ ആൾക്കാരും കേൾക്കണ സാധനമാണ്. കാർട്ടൂൺ ടീംസ് പോയി കാർട്ടൂൺ കാണൂ. ഞാൻ വിചാരിച്ചു 2026 കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കുറച്ചും കൂടി ആനിമെ കൾച്ചറൊക്കെ ഒന്നും കൂടി പോപ്പുലറൈസ് ആയി വരികയാണ്. അപ്പോൾ ഈ വക ടീംസൊക്കെ വംശനാശം വന്ന് പോയി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ച്. ഇല്ല ഗായ്സ്, പക്ഷെ ഇപ്പോഴും ഉണ്ട്. കാർട്ടൂണാണ് ആനിമയാണ് കാർട്ടൂൺ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ശരിയാണ്, ആനിമെ കാർട്ടൂണാണ്, ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ആനിമെ എന്തുകൊണ്ടാണ് ലൈവ് ആക്ഷൻ ആക്കാത്തതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. നമുക്ക് ഇമാജിൻ ചെയ്യണം അതേ സാധനം തന്നെ നമുക്ക് ആനിമയിൽ വരയ്ക്കാൻ പറ്റും, മാംഗ ആയിട്ട് വരയ്ക്കാൻ പറ്റും, അത് ആനിമേറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ ഒരു ഹോളിവുഡ് അല്ലെങ്കിൽ ഒരു ലൈവ് ആക്ഷൻ മൂവി ആയിട്ട് ആ സാധനം ചെയ്യാനാണെങ്കിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. നമ്മൾ വരയ്ക്കണം ആനിമേറ്റ് ചെയ്യണ പോലെ അല്ല. ഈ
ആനിമേഷനിൽ കാണിച്ചേക്കണ സാധനങ്ങൾ സിനിമയിലേക്ക് അതേപടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആനിമയുടെ ലൈവ് ആക്ഷൻ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറ്റാക്ക് ഓൺ ടൈറ്റനും ഡെത്ത് നോട്ടിന്റെ ഒക്കെ ലൈവ് ആക്ഷൻ കണ്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉള്ള ലൈവ് ആക്ഷനിലേക്ക് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തോന്നിയേക്കുന്നത് വൺ പീസിന്റെ ലൈവ് ആക്ഷൻ ആണ്. അതുകൊണ്ടാണ് ആനിമ ആയിട്ട് പോണത്. ആനിമയിലുള്ള സ്റ്റോറീസും കാര്യങ്ങളൊന്നും അത്രയും ക്വാളിറ്റി മാത്രമല്ല അത്രയും വെർസറ്റൈൽ ആയിട്ടുള്ള സ്റ്റോറീസ് ഒന്നും ഞാൻ വേറെ ലൈവ് ആക്ഷനിലും എന്തെങ്കിലും കണ്ടിട്ടില്ല. പിന്നെ കാർട്ടൂണാന്ന് പറഞ്ഞു നടക്കണം, ഒരു കാർട്ടൂണാന്ന് പറഞ്ഞു നടന്നു. എനിക്ക് 100% ഉറപ്പുണ്ട് ഈ കാർട്ടൂണാന്ന് പറഞ്ഞു നടക്കണ ആള് ഒരു വട്ടം ഡീമൺ സ്ലെയറോ ഡെത്ത് നോട്ടോ ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവര് ആനിമെ ഫാൻസ് ആയിരിക്കും. പിന്നെ അവര് ഞങ്ങൾ ആനിമെ ഫാൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് പൊക്കി പിടിച്ച് നടക്കണ്ടാവും. അപ്പൊ കാർട്ടൂൺ ടീംസിന് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഒരു മായക്കണ്ണൻ റിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡോറ ബുജി റിവ്യൂ ചെയ്യാം. എനിക്ക് അത്ര ചെയ്തു തരാൻ പറ്റുള്ളൂ. നിങ്ങൾ കാർട്ടൂൺ ടീംസാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആരും ആനിമെ കാണാൻ നിർത്താനൊന്നും പോകണമെന്നില്ല. ഓക്കെ, ഇത് കുറച്ച് ഒഫെൻസീവ് കമന്റ് ആണ്. ഒരു കൂവും അറിഞ്ഞൂടെങ്കിൽ കുണയ്ക്കാണ്ട് നിൽക്കുവോ? എന്നാ നീ പറ. എനിക്കറിയില്ല, സമ്മതിച്ചു. ഞാനിപ്പോൾ ഒരു ഫൈറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് തെറ്റാണോ? ഓക്കെ, ഈ ഡയലോഗിന് പകരം ഞാൻ പറഞ്ഞ തെറ്റെന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, ഇന്നതാണ് സംഭവം, അപ്പം നീ പറഞ്ഞതിൽ ഇത്ര മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടെന്നോളാം. അല്ലാതെ വെറുതെ വന്നിട്ട് ഡയലോഗ് അടിച്ചാൽ മിണ്ടാണ്ടിരിക്കാനൊന്നും പറ്റുന്നില്ല. എന്തപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോടേക്ക് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, സംസാരിച്ചിട്ട് വലിയ കഥയൊന്നുമില്ല. ഓക്കെ, ഇതും കുറച്ച് ഒഫെൻസീവ് കമൻ്റ് ആണ്. വില പണിക്കും പോടാ പൂവു. ഓക്കെ, വല്ല പണിക്കും പോടാന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാം, ഞാൻ പണിക്ക് പോകണ്ടോ ഇല്ല എന്നുള്ളത് നിനക്ക് എങ്ങനെ അറിയുക? ഞാൻ പണിക്ക് പോയിട്ട് വൈകുന്നേരം വന്നിട്ട് വീഡിയോ എടുക്കണമെങ്കിലോ? ഇപ്പം ഞാൻ പണിക്ക് പോയി തന്നെ ഇല്ല, അതുകൊണ്ട് ഇപ്പം എന്താ ഞാൻ നിന്നോട് വന്നിട്ട് ചോദിക്കണ്ട നീ പണിക്ക് പോടാ, നീ യൂട്യൂബ് ചെയ്യടാ, അത് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കണ്ട? ഇല്ലല്ലോ, ഞാൻ എനിക്കിഷ്ടമുള്ളല്ലേ ചെയ്യണ്. അത് അങ്ങനെ പൊക്കോട്ടാ, നീ വേണേ കണ്ടോ. നിനക്കിപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ താല്പര്യം, നീ കാണണ്ട. ഞാനിപ്പോൾ വന്നിട്ട് നീ എൻ്റെ വീഡിയോ കാണ്. ഞാൻ പണിക്ക് പോകാണ്ടിരുന്നിട്ട് ഞാൻ ആനിമേനെ പറ്റി സംസാരിക്കുകയാണ്, നീ എൻ്റെ വീഡിയോ കാണ് എന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കുമോ? അതേപോലെ തന്നെയാണ് ഇതും. എനിക്ക് പണിക്ക് പോകാൻ സൗകര്യമില്ല, എനിക്ക് വീഡിയോ ചെയ്യാൻ സൗകര്യമുള്ള. അല്ലെങ്കിൽ ഞാൻ പണിക്ക് പോകുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ വീഡിയോയും ചെയ്യില്ല, പണിക്കും പോവില്ല, ഞാൻ വെറുതെ ഇരിക്കും. അതിനിപ്പോൾ എന്താ? ഞാൻ നിന്നോടൊന്ന് പറയണ്ട അങ്ങനെ ചെയ്യാൻ. നീ എന്തിനാ വെറുതെ എന്നെ ഉപദേശിക്കാൻ വരുന്നത്? എൻ്റെ ആവശ്യമില്ല. നീ കാണാൻ താല്പര്യം, നീ കാണണ്ട. ഇവിടെ കാണുന്ന ആൾക്കാരുണ്ട്, അവരായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പൊക്കോളാം. നമ്മൾ പാവങ്ങൾ ജീവിച്ച് പൊക്കോട്ടെ പ്ലീസ്. പണിക്ക് പോകണില്ലെങ്കിൽ ഇപ്പം എന്താടാ? ബൈ ഞാൻ ശരിക്കും പണിക്ക് പോകണ്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അത് കാരണമാണ് വീഡിയോ അപ്ലോഡ്സ് ഇടയ്ക്ക് സ്ലോ ആവുന്നത്. പക്ഷേ എല്ലാ വീക്കിലും ഞാൻ എന്തായാലും വീഡിയോ ഇട്ടിരിക്കും. ഓക്കെ, ഈ ഒരു കമൻറ്റ് ഇതൊരു വലിയൊരു കമൻറ്റ് ആട്ടോ, വലിയ എസ്സയാണ്. നിങ്ങൾ കാണാമല്ലോ, വലിയ എസ്സയാണ്. ഇങ്ങനത്തെ കമൻറ്റ്സ് ഞാൻ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾ നോക്കി ക്ലാരിഫൈ ചെയ്തിട്ടാണ് അങ്ങനത്തെ കമൻറ്റ്സ് ചെയ്യണത്. അത് ഭയങ്കര നിങ്ങളുടെ ക്യാരക്ടറിനെ ഡിഫെൻഡ് ചെയ്യുക. നിങ്ങളെ ട്രൂ ആനിമെ ഫാൻസാണ് നിങ്ങൾ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ചെയ്യില്ല കേട്ടോ അങ്ങനെ എത്ര വലിയ കമൻറ്റ്സ് ഞാൻ ടൈപ്പിലേക്ക് മടിയ, സത്യം പറയാലോ. വേണമെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കാം, പക്ഷേ ടൈപ്പ് ചെയ്തുണ്ടാക്കിയിടാനൊന്നും എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യണത്, നിങ്ങളായി ടോക്ക് ചെയ്യാനോ. നിങ്ങളുടെ കമൻറ്റ്സ് ആണ് ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും. കാരണം എനിക്കറിയാം, നിങ്ങൾക്ക് ലോറ അറിയാം, സ്റ്റാറ്റ്സ് അറിയാം, സ്കിൽസും ആക്സും എല്ലാം അറിയാം. എനിക്കറിയാം, കാരണം എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ എല്ലാവരും ഇത്ര വലുതായി കമൻറ്റ് അടിക്കുന്നല്ലടാ, ചിലവരൊക്കെ ഒരു 4-5 ലൈൻ അടിക്കുക. പക്ഷെ കാര്യമുള്ള കമൻ്റ് ആണെങ്കിൽ ഓക്കെയാണ്, മനസ്സിലായില്ല. ചുമ്മാ വന്ന് കുണയ്ക്കാണ്ട് കാർട്ടൂണാണ് അതാണ് ഇതാണെന്ന് പറയണതിലൊന്നും ഒരു കഥയില്ല. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലാരിഫൈ ചെയ്ത് പറയാണ്. ഇപ്പം എന്നോട് കുണയ്ക്കാണ്ട് നിൽക്കാൻ പറയുകയാണെങ്കിൽ ഒരു 4 ഡയലോഗ് മേലെ എഴുതിയിട്ട് കുണയ്ക്കാണ്ട് നിൽക്കാൻ പറയുകയാണെങ്കിൽ കുണയ്ക്കാണ്ട് കാര്യമുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയുക ഓക്കെ ബ്രോ നീ പറയുന്നത് ശരി, എൻ്റെ ഭാഗത്ത് തെറ്റ്, ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലാരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ കമൻറ്റ്സിൽ എന്നെ ക്ലാരിഫൈ ചെയ്തിട്ട് പിന്നെ ഇതിടും. അതൊക്കെ എനിക്ക് ഓക്കെയാണ്, അതൊക്കെ ഞാൻ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയേക്കണത്. എനിക്കും ഉപകാരമില്ല എന്ന് ഞാൻ പറയണമൊന്നുമില്ല, ഉപകാരമൊക്കെ ഉണ്ട്. പക്ഷേ ആനിമ കൾച്ചർ നമ്മുടെ അവിടെ പോപ്പുലർ ആവണമെന്ന് എനിക്കുണ്ട്. ഇപ്പം നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോഴേക്കും ഇപ്പം ഈ നമ്മളൊക്കെ പറയണ പോലെ കാർട്ടൂൺ ടീംസ് എന്ന് പറയുന്നത് അതിലെന്തെങ്കിലും കഥയുണ്ട്. അത് കാരണമാണ് ഇപ്പം എൻ്റെ വീട്ടിലടക്കം അങ്ങനെ പറഞ്ഞു കിടന്ന്. പക്ഷെ ഇപ്പം അവർക്ക് കുറച്ച് മനസ്സിലായി, മീൻസ് കുറച്ചും കൂടി എല്ലായിടത്തും പോപ്പുലറായി വന്നപ്പോൾ ഡീമൺ സ്ലെയറൊക്കെ തിയേറ്ററിക്കൽ റിലീസ് ആയിരുന്നില്ല, അതും അത്യാവശ്യം കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് കാരണം എല്ലാവർക്കും കുറച്ചും കൂടി ഒരു ആനിമോടുള്ളൊരു കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. വീഡിയോ ഇനി അധികം വലിച്ചു കിട്ടി ഞാൻ ശരിക്കും ഗുണഗുണാന്നിങ്ങനെ പറയണമൊന്നുമില്ല. അപ്പോൾ കാർട്ടൂൺ കാണുന്ന ടീംസാന്ന് പറയുന്നത് എനിക്കൊരു കാര്യം പറയുള്ളൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല ആനിമ എടുത്ത് കാണുക, എന്നിട്ട് നിങ്ങൾ വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞു കാർട്ടൂണാണ് എന്താ തേങ്ങയാണെന്ന് പറഞ്ഞു. കാരണം പീക്ക് ഫിക്ഷനാണ് നിങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. പോൾ ഇട്ടുണ്ട്, പോളിലെല്ലാവരും പോയി വോട്ട് ചെയ്തോ. പോൾ ഇങ്ങനെ ക്ലോസ് ആയിട്ടാണ് എല്ലാം നിൽക്കണത്, വേഗം പോയി വോട്ട് ചെയ്തോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.